സംശയം തന്നെ ചെയ്ത് എൻ്റെ മോള് ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. എൻ്റെ മോള് വന്ന് 10 മിനിറ്റ്, മോക്ക് ജോലിയുണ്ട് മുത്തൂറ്റില്, കൊളനട മുത്തൂറ്റി ജോലിയാ. അവിടുന്ന് വന്ന് 10 മിനിറ്റ് പോലും ആയില്ല. വന്ന് മോനെ ട്യൂഷനും കൊണ്ടാക്കിയിട്ട് വന്ന വരവിന് അവൻ പുറകെ വന്ന് ചെയ്തതാ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പത്തനംതിട്ട അടൂരിലെ കോട്ടമുകളിലെ ഷഹനാസ് മൻസിൽ ഷഹന എന്ന് പറയുന്ന 31 വയസ്സുള്ള മുസ്ലിം യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ അവരുടെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് ഉമ്മയടക്കമുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു കൊലപാതകമാണ്, ആൺസുഹൃത്തിന് പങ്കുണ്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും എല്ലാം നിലനിന്നിരുന്നു. ഏതായാലും വൈകുന്നേരത്തോടു കൂടി ഷഹന എന്ന് പറയുന്ന 31 വയസ്സുള്ള യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സംഭവത്തിൽ ദുരൂഹതയൊന്നുമില്ല എന്നും അതുപോലെ തന്നെ സംഭവം ആത്മഹത്യയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും സംഭവ ദിവസം അന്ന് രാത്രി 7 മണിയോട് കൂടിയാണ് ഷഹനയെ അവരുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ഷഹന താനേ മരിച്ചതല്ല എന്നുള്ളതാണ്. കാരണം ദേഹോദ്രവം ഉണ്ടായിട്ടുണ്ട്. അരുൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സുഹൃത്തുമായിട്ട് ഇവർ പ്രണയത്തിലായിരുന്നു. അത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ ഷഹന എന്ന് പറയുന്ന കുട്ടി പഠിക്കുന്ന സമയത്ത് തന്നെ, കല്യാണത്തിന് മുമ്പ് തന്നെ ഇദ്ദേഹവുമായിട്ട് പ്രണയത്തിലായിരുന്നു. അരുൺ എന്ന് പറയുന്ന ഈ ഹൈന്ദവ യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു. അതിനുശേഷമാണ് വീട്ടുകാർ മറ്റൊരു വിവാഹത്തിലേക്ക് ഇവളെ പറഞ്ഞയച്ചത്. ആ വിവാഹം നടന്നു, അവിടെ ഒരു കുട്ടി ഉണ്ടാവുന്നു. ദൈനംദിന ജീവിത പ്രശ്നങ്ങളിലെല്ലാം തന്നെ ഈ ഒരു കാര്യം അവർ അറിയുന്നതോടുകൂടി തന്നെ അവിടെ പ്രശ്നം ചർച്ചയാകുന്നു. അങ്ങനെയാണ് ഈ വിവാഹത്തിൽ നിന്ന് ഒയ്യാൻ വേണ്ടിയിട്ട് ഷഹന തിരിച്ച് അവരുടെ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം. അങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തോടു കൂടി വീണ്ടും ഈ അരുൺ എന്ന് പറയുന്ന അവരുടെ കാമുകൻ അവരുമായിട്ട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അവരുമായിട്ട് അടുക്കുന്നു, ദിവസങ്ങളോളം അവിടെ വരുന്നു, വീട്ടിൽ നിന്ന് സമയം ചെലവഴിക്കുന്നു, അങ്ങനെ പോകുന്നു. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിതം. ഒരു കുത്തഴിഞ്ഞ ജീവിതമാണ് ഷഹന എന്ന് പറയുന്ന യുവതി നയിച്ചത് എന്ന് പറയാതെ വയ്യ. അത് തന്നെയാണ് ആത്യന്തികമായിട്ട് ഇപ്പോൾ ഈ മരണം എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നത്. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, സംഭവ ദിവസം അന്ന് തന്നെ 7 മണിക്ക് ആ വീട്ടിൽ നിന്നുണ്ടായ അലർച്ച, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഷഹന അവിടെ നിന്ന് നിലവിളിച്ചതായിട്ട് അപ്പുറത്തുള്ള അയൽവാസികൾ വരെ കേട്ടിരുന്നു. ആ നിലവിളി ശബ്ദം കേട്ടത് കൊണ്ട് തന്നെയാണ് അവർ നഗരസഭ കൗൺസിലറെ വിവരം അറിയിക്കുന്നത്. ഇങ്ങനെ ഒരു വീട്ടിൽ പ്രശ്നമുണ്ട്. കാരണം ആരും കയറി ഇടപെടാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഇവരുടെ കാമുകൻ ഹിന്ദുവാണ്, കുട്ടി മുസ്ലിമാണ്. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് വീട്ടുകാരൊന്നും ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഇങ്ങനെ മടിച്ചു നിന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ സമയം ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സമയത്ത് ഈ അരുൺ എന്ന് പറയുന്ന അവരുടെ കാമുകൻ അവരെ മർദ്ദിക്കുന്നു. ആ മർദ്ദിക്കുന്ന വേദനയിൽ, വെപ്രാളത്തിൽ അവർ പോയിട്ട് ഷാളെടുത്തിട്ട് സ്റ്റെയർ കേസിൻ്റെ കമ്പിയിൽ കെട്ടിത്തൂക്കി മരിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അരുൺ തടയുമെന്നുള്ള ഒരു പ്രതീക്ഷയെങ്കിലും ഈ സഹോദരി വെച്ചു പുലർത്തിയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അദ്ദേഹം അത് കണ്ടു നിന്ന് രസിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം കയ്യെത്തും ദൂരത്താണ്. കാരണം ഈ മരണം നടന്നതിന് ശേഷവും ഈ അരുൺ എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോവുകയൊന്നും ചെയ്തിട്ടില്ല. ഒരു കസാര ഇട്ടിട്ട് ആ മരിച്ച ആ മയ്യത്തിൻ്റെ നേരെ മുന്നിൽ തന്നെ ഇരിക്കുന്നതായിട്ടാണ് അവിടെ കയറി വന്ന വാർഡ് കൗൺസിലർ അടക്കമുള്ള ആൾക്കാർ കണ്ടത്. ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്. ഇത്തരം കുത്തഴിഞ്ഞ ജീവിതങ്ങൾ തീർച്ചയായിട്ടും അവസാനമായിട്ട് ആത്യന്തികമായിട്ട് വന്നു ചേരുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പൊട്ടൻ കിണറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിലൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. ഏതായാലും ഈ ഒരു ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചു എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഈ ഷഹന എന്ന് പറയുന്ന ആൾക്ക് ഒരു കുഞ്ഞുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. അവനെ അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്യൂഷൻ സെൻറ്ററിലാക്കി തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ അരുൺ എന്ന് പറയുന്ന യുവാവുമായിട്ട് ഈ ഷഹന വീടിനകത്തേക്ക് കയറി പോകുന്നതും അകത്തു നിന്നാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഏതായാലും വിവാഹിത ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാനും അതുപോലെ തന്നെ അത് കുടുംബങ്ങളിൽ വന്നിട്ട് ചർച്ച ചെയ്യാനും മധ്യസ്ഥം പറയാനും എല്ലാം നമുക്ക് സാധിക്കും. പക്ഷേ ഈ വിവാഹേതര ബന്ധങ്ങൾ, അത്തരം ബന്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ വിവാഹിതര ബന്ധങ്ങളിൽ തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതും ആ ദാമ്പത്യം അവസാനിക്കുന്നതും അതുപോലെ തന്നെ മരണങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ഈ സാഹചര്യത്തിലേക്കൊക്കെ നമ്മുടെ കുട്ടികളെ നയിക്കുന്നത്. ഇത് എത്ര പറഞ്ഞു കൊടുത്താലും നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ ഒരു കേസിലും അങ്ങനെ തന്നെയാണ്. ഈ പ്രേമം തലക്ക് പിടിച്ചത് കൊണ്ട് തന്നെയാണ് ആദ്യത്തെ ജീവിതം വേണ്ട എന്ന് വെച്ചിട്ട് ആ യുവതി അവിടെ നിന്ന് പോരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പഴയ പ്രേമത്തിൻ്റെ ചുവട് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആ വീട്ടിൽ കയറി വരാൻ കാണിച്ച ധൈര്യം എന്ന് പറയുന്നത് ഷഹനയുമായിട്ടുണ്ടായ ബന്ധം തന്നെയാണ്. ആ ബന്ധം തുടർന്ന് വന്നിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ വിവാഹ ജീവിതം പുലർത്തുന്ന സമയത്ത് പോലും
ഈ ഷഹന എന്ന് പറയുന്ന യുവതി ഈ ഹൈന്ദവ യുവാവായ അരുണുമായിട്ട് പ്രണയത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിഞ്ഞ് ഏറെ നാളായിട്ട് ഇപ്പോൾ ഒറ്റക്കാണ് താമസം. അവിടെയും അദ്ദേഹം വരുന്നു, ഇവരുമായിട്ട് സൗഹൃദം പങ്കിടുന്നു. ആ സൗഹൃദം ചില അഭിപ്രായ വ്യത്യാസങ്ങളിലേക്ക് പോകും. അത് തീർച്ചയായിട്ടും യാഥാർത്ഥ്യമാണ്. അവർ ഇപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല. കാരണം ആദ്യത്തെ ഡിവോഴ്സിൻ്റെ കേസ് ഇപ്പോഴും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴും ഇവരുടെ ബന്ധം വെച്ച് പുലർത്തുകയാണ്. അതൊക്കെ തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. ഇത്ര പറഞ്ഞാലും നമ്മുടെ കുട്ടികൾ പഠിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഈ ഷഹനാസ് മൻസൽ ഷഹന എന്ന് പറയുന്ന 31 വയസ്സുള്ള യുവതിയുടെ ഈ മരണം. ഏതായാലും ഈ ഒരു കാര്യങ്ങൾക്ക് അവസാനമായിട്ട് നിങ്ങൾ കേട്ടാൽ ഞെട്ടും. കാരണം ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടല്ല യുവതി മരിച്ചത്. അടികിട്ടി അല്ലെങ്കിൽ ചോര വാർന്നു, അതൊന്നും ഒരു പ്രശ്നമായിട്ടേ കാണുന്നില്ല. കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചെറിയ കുറ്റങ്ങൾ മാത്രമേ ചുമത്തുള്ളൂ. 1-2 വർഷങ്ങളൊന്നും ഒരു ചിലപ്പോൾ അതുകൂടി കിട്ടാത്ത രീതിയിലുള്ള വകുപ്പുകൾ മാത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തുക. അദ്ദേഹം കൂളായിട്ട് ഇറങ്ങി വരികയും ചെയ്യും. ആർക്ക് പോയി ആർക്കാണ് നഷ്ടം? നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി. ഞാൻ അതിനുള്ള ഉത്തരം നിങ്ങളോട് പറയുന്നില്ല. ഇതൊക്കെ നമ്മുടെ കുട്ടികൾ കാണണം, എന്നിട്ട് വേണം അവർ പഠിക്കാൻ. കാരണം ഇന്നത്തെ ചുറ്റുപാടിൽ ഇങ്ങനെ ഒക്കെ വളച്ചു കൊണ്ടുപോകാനും അതുപോലെ തന്നെ സ്നേഹം കാണിക്കാനും നടിക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ വരും. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത്തരം ജീവിതങ്ങളൊക്കെ നമുക്കൊരു പാഠമാണ്. നമ്മുടെ വാപ്പയും ഉമ്മയും ഒക്കെ പറയുന്നത് കേൾക്കാതെ മറ്റുള്ളവരെ പുറകെ പോയിട്ട് അവസാനം സ്വന്തം ജീവിതം വരെ ഇത്തരത്തിൽപ്പെട്ട ഏതെങ്കിലും സ്റ്റെയർ കേസിലോ അല്ലെങ്കിൽ ഫാനിൻ്റെ മുകളിലോ ഒക്കെ അവസാനിപ്പിക്കേണ്ട ഗതികേട് വരുത്തി വെക്കുന്നത് നിങ്ങളുടെ വിവരമില്ലായ്മ തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും വിവാഹത്തിൻ്റെ മുന്നേ തന്നെ കുട്ടികൾക്കൊക്കെ ഓരോ കൗൺസിലിങ്ങും അതുപോലെ തന്നെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഏതായാലും ഉമ്മമാരുടെയും അതുപോലെ തന്നെ അവിടുത്തെ സഹോദരിമാരുടെയും വയസ്സാരുടെയും ഒക്കെ കടമയാണ്. ആ കാര്യങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞും അതുപോലെ തന്നെ കാണിച്ചും അതുപോലെ തന്നെ അനുഭവങ്ങളൊക്കെ കണ്ടും പഠിച്ചും കേട്ടും അറിവുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും പഠിക്കുന്ന കാലത്ത് അവർ കാണിച്ച ഒരു ബുദ്ധിമോശത്തിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇപ്പോൾ ഏതായാലും വലുതായി കുട്ടിയായി കല്യാണം കഴിച്ചതിന് ശേഷവും അവർ അനുഭവിക്കുന്നത്. ആ ബന്ധങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആ കല്യാണത്തോടു കൂടി അത്തരം കാര്യങ്ങളെല്ലാം അവസാനിപ്പിക്കണം. ആ കല്യാണത്തിന് ശേഷം നിങ്ങൾ നല്ലൊരു ജീവിതം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ആ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾ തുറന്ന പുസ്തകമായിട്ട് വേണം പോകാൻ. അവിടെ വെച്ചിട്ട് തീർച്ചയായിട്ടും ഇനി നിങ്ങൾക്കൊരു പുതിയ അധ്യായമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. അതിനുശേഷം വീണ്ടും പഴയ ബുക്ക് തുറക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അത്തരത്തിൽപ്പെട്ട ദുരനുഭവം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാവും. അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് കരുതുന്നത് നല്ലതാണ്. ഏതായാലും ഈ ഷഹന എന്ന് പറയുന്ന ഈ 31 വയസ്സുള്ള യുവതിയുടെ മരണം ഏതായാലും ഇപ്പോൾ ആത്മഹത്യയാണ് എന്ന് 100% പോലീസ് ഉറപ്പിച്ച് പറയുകയാണ്. ഇനി ഏതായാലും മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ടെങ്കിലും ഏതായാലും ഈ ആൺ സുഹൃത്തായ അരുൺ എന്ന് പറയുന്ന ഈ ഹൈന്ദവ യുവാവിനെതിരെ ഏതായാലും ആത്മഹത്യാ പ്രേരണ കുറ്റം ആണിപ്പോൾ പോലീസ് ചുമത്താൻ വേണ്ടി ആലോചിക്കുന്നത്. വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഷഹനയുടെ മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. സംഭവ സ്ഥലത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, അടികൊണ്ട് ചോരയിൽ കുളിച്ച് നിൽക്കുന്ന അരുണിനെയാണ് പോലീസിന് കാണാൻ വേണ്ടി സാധിച്ചത്. ആ സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹം, അങ്ങനെയാണ് പോലീസ് പറയുന്നത്, ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ആ മരണത്തിൽ നിന്നും ആ സഹോദരിയെ രക്ഷിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുള്ളത് എനിക്ക് ഇത്ര ചിന്തിച്ചിട്ടും മനസ്സിലായിട്ടില്ല. ആ ഒരു കാര്യത്തിന് ഇപ്പോഴും പോലീസും അതുപോലെ തന്നെ അരുണും ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്നുള്ള ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. ഏതായാലും ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.